നിങ്ങളുടെ മെഡിസിപ്പ് ഐ ഡി എങ്ങനെ ട്രാൻസ്ഫർ ചെയ്യാം അതിനെപ്പറ്റി ഒരു വീഡിയോ ആണ്. അപ്പോൾ ഈ മെഡിസിപ്പ് ഐ ഡി ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ നമുക്ക് ഏത് ഓഫീസിൽ നിന്ന് വേണമെങ്കിലും ചെയ്യാൻ പറ്റും. അദ്ദേഹം ട്രാൻസ്ഫർ ആയ ഓഫീസിൽ നിന്ന് മാത്രമല്ല, നമുക്ക് ഏത് ഐ ഡിയിൽ കയറിയാലും ഇങ്ങനെ നമുക്ക് ഓഫീസ് നെയിമൊക്കെ മാറ്റി കൊടുക്കാൻ മെഡിസിപ്പ് ഐ ഡിയിൽ പറ്റും. അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. അപ്പം പോയ ഓഫീസിൽ നിന്നും വേണമെങ്കിലും പറ്റും, വന്ന ഓഫീസിൽ നിന്നും ഡയറക്റ്റ് വേണമെങ്കിലും ചെയ്യാൻ പറ്റും. അതാണ് ഈ മെഡിസിപ്പ് ഐ ഡിയുടെ ഒരു പ്രത്യേകത. നേരത്തെ തുടങ്ങിയ സമയത്തുള്ള മെഡിസിപ്പ് ഐ ഡിയുടെ ലോഗിൻ മറ്റ് കാര്യങ്ങളൊന്നും അല്ല. ഇപ്പം പുതിയ കുറേ അപ്ഡേഷൻസും മറ്റ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് എന്തായാലും ഒരു ജീവനക്കാരനെ എങ്ങനെ മറ്റൊരു ഓഫീസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം എന്നുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ അതങ്ങനെ ചെയ്യുന്നത് നോക്കാം. അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ മെഡിസിപ്പ് അതിൻ്റെ സൈറ്റിൽ കയറാം, medicip.kerala.gov.in. അപ്പോൾ അത് കയറുമ്പോൾ കിട്ടുന്ന പേജാണ് ഇപ്പോൾ ഈ കാണുന്ന പേജ്. ഈ പേജിൽ യൂസർ നെയിമും പാസ്വേഡും ചോദിക്കുന്നുണ്ട്. ആൾറെഡി നിങ്ങളുടെ ഓഫീസിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ DD കോഡ് തന്നെയാണ് യൂസർ നെയിമായിട്ട് ഉപയോഗിക്കുക. പാസ്വേഡ് DDയുടെ മൊബൈലായിരുന്നു, അത് വെച്ചിട്ട് നിങ്ങൾ സെറ്റ് ചെയ്ത് വേറെ പാസ്വേഡ് ചെയ്ത് കാണും. അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങളുടെ യൂസർ ഐ ഡിയും പാസ്വേഡും വെച്ചിട്ട് ഏത് ഓഫീസിലേക്കാണ് അദ്ദേഹം ട്രാൻസ്ഫർ ആയി വരുന്നത് എന്നുള്ളത്, അപ്പോൾ വന്ന ഓഫീസിൽ നിന്ന് വേണമെങ്കിലും ചെയ്യാം, അതല്ല പോയ ഓഫീസിൽ നിന്ന് വേണമെങ്കിലും ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഇപ്പം നമുക്ക് ഒരു ജീവനക്കാരനെ അങ്ങനെ ട്രാൻസ്ഫർ ചെയ്യാം എന്നുള്ളത് നമുക്ക് നോക്കാം. നമുക്കതൊന്ന് ലോഗിൻ ചെയ്ത് നോക്കാം. ഞാനിവിടെ യൂസർ ഐ ഡിയും പാസ്വേഡും നൽകി. നമുക്കൊന്ന് ലോഗിൻ ചെയ്യാൻ യൂസർ ഐ ഡിയും പാസ്വേഡും കൊടുത്ത് താഴെ ക്യാപ്ചകൾ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ലോഗിൻ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ലോഗിൻ ചെയ്യാം. അപ്പോൾ നമ്മുടെ ഓഫീസ് ലോഗിലേക്ക് ഇപ്പോൾ ഏത് കോഡ് വെച്ചിട്ടാണ് ലോഗിൻ ചെയ്ത് ആ ഓഫീസിൻ്റെ ലോഗിൻ ഓപ്പണായി വരുന്നതായിരിക്കും. നമുക്ക് ഇങ്ങനെ ഒരു പേജ് ആയിരിക്കും ഓപ്പണായി വരിക. നേരത്തെ ഉള്ള പ്ലാറ്റ്ഫോമിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കുറേ അപ്ഡേഷൻസും മറ്റു കാര്യങ്ങളൊക്കെ ഇതിൽ വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ മറ്റു കാര്യങ്ങളൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഇപ്പം നമുക്കൊരു എംപ്ലോയിയെ മറ്റൊരു ഓഫീസിലേക്ക് എങ്ങനെ ട്രാൻസ്ഫർ ചെയ്യാം, എങ്ങനെ കൊണ്ടുവരാം എന്നുള്ളൊരു ഇതാണ്. അപ്പോൾ അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ ഇടത് സൈഡിൽ വ്യൂ എംപ്ലോയി എന്നൊരു ഓപ്ഷൻ ഉണ്ട്. വ്യൂ എംപ്ലോയി എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. നമുക്ക് ഇങ്ങനെ ഒരു പേജായിരിക്കും കിട്ടുക. ഈ പേജിൽ നമുക്കിവിടെ ഓഫീസ് സെലക്ട് ചെയ്യേണ്ടതുണ്ട്, ആ എംപ്ലോയിയുടെ പെൻ സെലക്ട് ചെയ്യേണ്ടത്, ഇല്ലെങ്കിൽ മെഡിസിപ്പ് ഐ ഡി സെലക്ട് ചെയ്താൽ മതി. അതിനുശേഷം നമുക്ക് ടു ബി വെരിഫൈഡ് ഇല്ലെങ്കിൽ വെരിഫൈഡ് റിജക്റ്റഡ് എന്നുള്ള ഓപ്ഷൻ നമുക്ക് സെലക്ട് ചെയ്യാം. നമുക്ക് ഡീറ്റെയിൽസ് കൊടുത്തിട്ട് ടു ബി വെരിഫൈഡ് എന്നുള്ള ഓപ്ഷൻ. അപ്പം നമ്മൾ സെലക്ട് ചെയ്യേണ്ട ഓഫീസ് എന്ന് പറയുന്നത് നമ്മൾ മറ്റൊരു ഓഫീസിലേക്ക് കൊണ്ടുവരാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇപ്പം ഈ എംപ്ലോയി ഏത് ഓഫീസിലാണോ ഉള്ളത് ആ ഓഫീസ് സെലക്ട് ചെയ്തിട്ട് വേണം നമ്മുടെ പെൻ കൊടുത്തിട്ട് ടു ബി വെരിഫൈഡ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാനായിട്ട്. അപ്പം അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ തൊട്ട് താഴെയായിട്ട് നമുക്കിവിടെ ലിസ്റ്റ് ചെയ്യും. അപ്പോൾ അത് വെച്ചിട്ട് നമുക്കിവിടെ വലസൈഡിലായിട്ട് വ്യൂ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അവിടെ എഡിറ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അത് വെച്ചിട്ട് നമുക്ക് ഓഫീസ് നെയിം ചേഞ്ച് ചെയ്യാവുന്നതാണ്. നമുക്ക് എന്തായാലും അത് ആ ഓഫീസും ഇതൊന്നും എംപ്ലോയിയുടെ പെന്നും കൊടുത്തൊന്ന് സെലക്ട് ചെയ്ത് നോക്കാം. ഇവിടെ ഞാൻ ഓഫീസ് നെയിമും സെലക്ട് ചെയ്തു, പെന്നും ടൈപ്പ് ചെയ്ത് കൊടുത്തു. ഇനി ടു ബി വെരിഫൈഡ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണ്. ഇവിടെ 3 ഓപ്ഷൻ കാണുന്നുണ്ട്. ഇവിടെ നമുക്ക് സെർച്ച് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ എംപ്ലോയിയുടെ മാത്രം ലിസ്റ്റ് ചെയ്യുന്നതാണ്. വെരിഫൈഡ് റിജക്റ്റഡ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഓഫീസിലെ മുഴുവൻ എംപ്ലോയീസിനെ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്ത ഓഫീസിലെ മുഴുവൻ എംപ്ലോയീസിനെ അവിടെ ലിസ്റ്റ് ചെയ്യും. നമുക്ക് ടു ബി വെരിഫൈഡ് ചെയ്യേണ്ട, നമുക്ക് സെർച്ച് മാത്രം ചെയ്താൽ മതി. ഞാൻ ആദ്യം ടു ബി വെരിഫൈഡിൻ്റെ കാര്യം പറഞ്ഞിരുന്നു. നമുക്ക് സെർച്ച് മാത്രം ചെയ്താൽ മതി. സെർച്ച് ചെയ്ത് നമ്മുടെ ആ എംപ്ലോയി, നമ്മൾ മേളിൽ കൊടുത്ത എംപ്ലോയിയുടെ പെൻ കൊടുത്ത് സെർച്ച് പറയുമ്പോഴത്തേക്ക് നമുക്ക് ആ ഡീറ്റെയിൽസ് ഇവിടെ വരും. ആ ഡീറ്റെയിൽസിൻ്റെ വല സൈഡിലായിട്ട് നമുക്ക് വ്യൂ അപ്ഡേറ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് സെലക്ട് ചെയ്തിട്ടാണ് നമുക്ക് ഇത് മാറ്റി കൊടുക്കേണ്ടത്. നമുക്കിവിടെ വ്യൂ അപ്ഡേറ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ ഈ ജീവനക്കാരൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ ലിസ്റ്റ് ചെയ്തു. നമുക്ക് ആ ജീവനക്കാരൻ്റെ കാര്യങ്ങളെല്ലാം ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഏറ്റവും അടിയിലായിട്ട് നമുക്ക് ഇതിന് തൊട്ട് ഏറ്റവും താഴെയായിട്ട് നമ്മൾ സ്ക്രോൾ ചെയ്യുമ്പോഴത്തേക്കും നമുക്കവിടെ എഡിറ്റ് എന്നുള്ള ഓപ്ഷൻ കാണാൻ കഴിയും. നമുക്കതൊന്ന് താഴോട്ട് സ്ക്രോൾ ചെയ്ത് നോക്കാം. ഇവിടെ ഏറ്റവും താഴെയായിട്ട് നമുക്ക് എഡിറ്റ് എന്നുള്ള ഓപ്ഷൻ കാണാം. നമുക്ക് സ്ക്രോൾ ചെയ്ത് ഏറ്റവും താഴെ ആ പേജിൻ്റെ ഏറ്റവും അവസാനമായിട്ട് നമുക്ക് എഡിറ്റ് എന്നുള്ള ഓപ്ഷൻ കാണാം. ഈ എഡിറ്റ് ക്ലിക്ക് ചെയ്തിട്ടാണ് നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടത്. നമുക്ക് എഡിറ്റിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം. എഡിറ്റ് ക്ലിക്ക് ചെയ്തപ്പോൾ കിട്ടിയ ഒരു പേജാണിത്. ഇപ്പോൾ ഈ പേജിൽ നമുക്ക് ഇവിടെ ഓഫീസ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. ഇവിടെ നമുക്ക് സെലക്ട് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഏത് ഓഫീസിലോട്ടാണ് ഇദ്ദേഹത്തിന് ട്രാൻസ്ഫർ ചെയ്യേണ്ടത് ആ ഓഫീസ് അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കണം. അതോടൊപ്പം ഏറ്റവും വലസൈഡിലായിട്ട് നമുക്ക് അദ്ദേഹത്തിൻ്റെ ഡെസിഗ്നേഷൻ വല്ലതും മാറ്റം ഉണ്ടെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ പുതിയ ഓഫീസിലേക്ക് ചിലപ്പോൾ പ്രൊമോഷനായിട്ടായിരിക്കും വരിക. അപ്പോൾ അങ്ങനെ വരുന്നിട്ടുള്ളതെങ്കിൽ ചിലപ്പോൾ ഡെസിഗ്നേഷൻ ചേഞ്ച് ആവാനുള്ള സാധ്യതയുണ്ട്. അതല്ല
ഒരേ കാറ്റഗറിയിലുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഡെസിഗ്നേഷൻ ചേഞ്ച് വരില്ല. അപ്പം പ്രൊമോഷൻ ട്രാൻസ്ഫർ ആണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഡെസിഗ്നേഷൻ ചേഞ്ച് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആണെങ്കിൽ ഡെസിഗ്നേഷനും ഇവിടെ മാറ്റി കൊടുക്കുക. നമുക്ക് ഇതിൻ്റെ ഓഫീസൊന്ന് മാറ്റി കൊടുക്കുക. ഞാനിവിടെ ഓഫീസും അദ്ദേഹത്തിൻ്റെ ഡെസിഗ്നേഷനും ഒക്കെ ചേഞ്ച് ചെയ്തു. ഇവിടെ നമുക്ക് ചേഞ്ച് ചെയ്യേണ്ട സ്ഥലം ഇവിടെ ഓഫീസ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഡെസിഗ്നേഷൻ എന്നുള്ള ഓപ്ഷനും ഇവിടെയുണ്ട്. ഈ 2 പാർട്ടാണ് നമുക്ക് മാറ്റേണ്ടത്, ചേഞ്ച് ചെയ്യേണ്ടത്. നമുക്ക് ഇത് വന്ന ഓഫീസിൽ നിന്ന് ചേഞ്ച് ചെയ്യാം, ഇപ്പം നിൽക്കുന്ന ഓഫീസിൽ നിന്ന് ചേഞ്ച് ചെയ്യാം. അതിന് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. ഇപ്പോൾ അവിടെ ഓഫീസ് മാറ്റി ഞാൻ ഡെസിഗ്നേഷൻ ചേഞ്ച് ചെയ്തു. ഇനി നമുക്ക് ഏറ്റവും താഴോട്ട് നമുക്ക് സേവ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. സേവ് പറഞ്ഞിട്ട് നമുക്ക് പ്രൊസീഡ് ക്ലിക്ക് ചെയ്യാം. ഇവിടെ നമുക്ക് താഴെയായിട്ട് സേവ് എന്നുള്ള ഓപ്ഷൻ കാണാം, പ്രൊസീഡ് എന്നുള്ള ഓപ്ഷൻ കാണാം. നമുക്ക് ആദ്യം സേവ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. നമുക്കിവിടെ സേവ്ഡ് സക്സസ്ഫുള്ളി വിത്ത് മെഡിസിപ്പ് ID എന്നുള്ള മെസ്സേജ് കണ്ടു. നമുക്കിനി ഇത് ഓക്കെ കൊടുക്കാം. അദ്ദേഹം നമ്മുടെ ഓഫീസിലേക്ക് ട്രാൻസ്ഫർ ആയി വന്നു, ഇല്ലെങ്കിൽ മറ്റൊരു ഓഫീസിലേക്ക് ട്രാൻസ്ഫർ ആയി പോയി. ഇപ്പം നിങ്ങൾക്കത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇങ്ങനെയാണ് ഒരു ജീവനക്കാരനെ മറ്റൊരു ഓഫീസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. ഇല്ലെങ്കിൽ നമുക്ക് തന്നെ നമ്മുടെ ഐഡിയിൽ കയറി നമുക്കത് സ്വീകരിക്കാവുന്നതാണ്. ഈ എംപ്ലോയിയെ നമുക്ക് ജോയിൻ ചെയ്യിക്കാവുന്നതാണ്. ഇനി വേണമെങ്കിൽ ഈ ജീവനക്കാരൻ നമ്മുടെ ഓഫീസിലേക്ക് വന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് നിങ്ങൾക്കിവിടെ വ്യൂ എംപ്ലോയീസ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് വേണമെങ്കിൽ കാണാൻ കഴിയും. നമ്മളിപ്പോൾ അപ്ഡേറ്റ് ചെയ്ത ഡീറ്റെയിൽസ് ഇവിടെ വന്നിട്ടുണ്ടോ എന്നുള്ളത്. നമുക്കിപ്പോൾ ഇങ്ങനെയായിരിക്കും കാണുക. ഇവിടെ നിങ്ങളുടെ ഓഫീസ് സെലക്ട് ചെയ്തിട്ട് സെർച്ച് പറയുകയോ ഇല്ലെങ്കിൽ വെരിഫൈഡ് റിജക്റ്റഡ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഓഫീസിലുള്ള എല്ലാ എംപ്ലോയീസിൻ്റെയും ഡീറ്റെയിൽസ് നമുക്കിവിടെ ലിസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഇത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഈ രീതിയിൽ നിങ്ങൾ ജീവനക്കാരൻ ട്രാൻസ്ഫർ ആവുകയാണെങ്കിൽ ചെയ്യുക.